യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം എടുക്കാം. അവിടെ നിന്നുകൊണ്ടാണ് ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. 31 അധ്യായം 25 വാക്യം. ജെറമ്യാ ചാപ്റ്റർ 31 വേഴ്സ് 25. വളരെ പരിചിതമായ ഒരു വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ദാഹിച്ചിരിക്കുന്നവനെ ഞാൻ തണുപ്പിക്കും, ദാഹിച്ചിരിക്കുന്നവനെ ഞാൻ തണുപ്പിക്കും. വിശന്ന് ക്ഷീണിച്ചിരിക്കുന്ന ഏവന് ഞാൻ തൃപ്തി വരുത്തും. വിശന്ന് ക്ഷീണിച്ചിരിക്കുന്ന ഏവന് ഞാൻ തൃപ്തി വരുത്തും. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ദാഹവും വിശപ്പും ഒഴിച്ചുകൂടാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നു, വിശക്കുമ്പോൾ ആഹാരം കഴിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ദാഹിച്ചിരിക്കുന്നവനെ ഞാൻ തണുപ്പിക്കാൻ പോവുക, വിശക്കുന്നവനെയും ക്ഷീണിച്ചിരിക്കുന്നവനെയും ഞാൻ തൃപ്തിപ്പെടുത്താൻ പോവുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്ന വചനത്തിൻ്റെ പിമ്പിലെ വിശപ്പ്, ദാഹം അക്ഷരീകമല്ല, ആത്മീകമാണ്. ഇസ്രായേൽ മക്കൾ ബാബേൽ പ്രവാസത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് എഴുന്നേറ്റ പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനാണ് യിരെമ്യാ പ്രവാചകൻ. ജീവിതത്തിലെല്ലാം കൈവിട്ടുപോയി, നഷ്ടപ്പെട്ടു പോയി എന്ന് വിഷമിക്കുന്ന ഇസ്രായേൽ ജനത്തെ നോക്കിക്കൊണ്ട് പ്രവാചകൻ പ്രവചിക്കുക, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങൾ ദാഹിച്ചിരിക്കുമ്പോൾ നിങ്ങളെ തണുപ്പിക്കാൻ കർത്താവ് അടുക്കൽ കാണും. നിങ്ങൾ വിശന്നും ക്ഷീണിച്ചും ഇരിക്കുമ്പോൾ നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ ദൈവം കൂടെ കാണും. ഇന്നത്തെ പ്രസംഗത്തിൽ 2 തലക്കെട്ടിടാം. ദാഹിച്ചിരിക്കുന്നവനെ, ദൈവത്തിന് സ്തോത്രം, ദാഹം മാറ്റുന്ന ദൈവം, നിന്നെ തൃപ്തനാക്കുന്ന ദൈവം. ഞാൻ വചന വെളിപ്പാടിലോട്ട് വരാം. യിരെമ്യാവിനോട് ദൈവം പറയുകയാണ്, എൻ്റെ ജനം ആ കാലങ്ങളിൽ പ്രവചിക്കാൻ എഴുന്നേറ്റിട്ട് പറയുക, യിരെമ്യാവേ, ദൈവത്തിന് സ്തോത്രം, എൻ്റെ ജനത്തിന് വിടുതൽ കൊടുക്കുമെന്നുള്ളതിന് ഉറപ്പിനായിട്ട് നീ ഒരു കാര്യം ചെയ്തോ. ഇളയപ്പൻ്റെ മോനോട് നീ ഒരു വസ്തു വാങ്ങി ആധാരം എഴുതിക്കോ. ആ ആധാരം നീ ഒരു മൺകുടത്തിനകത്തിട്ട് നിലത്ത് കുഴിച്ചിട്ടോ. ഏറിയ കാലം ആധാരം സേഫായിട്ടിരിക്കണം. അതിൻ്റെ കാരണം, ഇനിയും മുന്തിരിത്തോട്ടങ്ങൾ വാങ്ങിക്കുകയും ഇനിയും നീ വിൽക്കുകയും വാങ്ങിക്കുകയൊക്കെ ചെയ്യുമെന്നുള്ളതിൻ്റെ ഉറപ്പാണ് നീ എഴുതിയ ആധാരവും കുടത്തിൽ കുഴിച്ചിട്ട പ്രമാണവും. അതിനർത്ഥം എന്താണെന്നറിയാമോ? എല്ലാം തീർന്നെന്ന് കഥ പറഞ്ഞപ്പോഴും ദൈവം പറയാം, ഒന്നും തീരാൻ പോവല്ല, ഇനിയും വിൽപ്പനയും നടങ്ങും, വാങ്ങലും നടക്കും. എന്നിട്ട് പറയുക, യിരെമ്യാവിനോട് പ്രവചിക്കുക. 31, 32 അധ്യായങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. 31:4, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. 14 വാക്യം, എൻ്റെ ജനം എൻ്റെ നന്മ കൊണ്ട് തൃപ്തനാകും. 32:40, ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഈ വാക്യങ്ങളിലും സൂചിപ്പിക്കുന്നത് ഒറ്റ ദൂതാണ്. നിൻ്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നപങ്കുലിതമായി മാറിയാലും പേടിക്കേണ്ട, നിന്നെ തണുപ്പിക്കാൻ ദൈവം കൂടെയുണ്ട്. ഇവിടെ നമുക്ക് വചന വെളിപ്പാടിലോട്ട് വരാം. 2 സന്ദേശങ്ങളാണ്. ഒന്നാമത്തെ സന്ദേശം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദാഹിച്ചിരിക്കുന്നവരെ ഞാൻ തണുപ്പിക്കും. ഇവിടെ ഉണ്ടായ ദാഹം അക്ഷരീക ദാഹമല്ല, ഇവിടെ ഉണ്ടായ ദാഹം ആത്മീക ദാഹമാണ്. ഒരിക്കൽ ആമോസ് പ്രവചിക്കുന്ന സമയത്ത്, ആമോസ് പ്രവചിക്കുമ്പോൾ ഒരു പ്രവചനം പറയുക, ഇത് അപ്പത്തിനായുള്ള വിശപ്പല്ല, ഇത് വെള്ളം കുടിക്കാനുള്ള ദാഹമല്ല, ഇത് വചനം കേൾക്കാനുള്ള ദാഹമാണ്. അപ്പോൾ അപ്പത്തിന് തരാൻ കഴിയാത്തത്, വെള്ളത്തിന് തരാൻ കഴിയാത്ത ദാഹശമനി എവിടെ തരാൻ കഴിയും? വചനത്തിന് തരാൻ കഴിയും. സ്തോത്രം. നമുക്ക് ഇച്ചിരൂടെ ഗഹനമായി പഠിക്കുമ്പോൾ, യേശു ഒരിക്കൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ഒരു ഉറവയുടെ അടുക്കൽ നിന്ന് അവിടെ വെള്ളം കോരാൻ വന്നൊരു ശമരിയ പെണ്ണിനോട് പറയുകയാണ്, എനിക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളം താ. ദൈവത്തിന് സ്തോത്രം. അവള് പറയുക, ഞാൻ ശമരിയാക്കാരിയായിരിക്കെ യഹൂദനായ നീ എന്നോട് എന്തിനാ വെള്ളം ചോദിക്കുന്നത്? ഉത്തരം കർത്താവ് പറയാം, നിന്നോട് ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം നിനക്ക് തരികയും ചെയ്യും. ഇവള് പറയുന്ന കിണറ്റിലെ വെള്ളമാണ്. യേശു പഠിപ്പിക്കുന്നത് ആത്മാവിൻ്റെ ദാഹം തീർക്കുന്ന കാര്യമാണ്. ഞാൻ തുറന്നു പറയാം, ദാഹിക്കുന്നവൻ്റെ ദാഹം തീർക്കാൻ എൻ്റെ കർത്താവ് ചാരെ ഉണ്ട്. 42 സങ്കീർത്തനം കോരകപുത്രന്മാർ ചമയ്ക്കുമ്പം, വായിക്കേണ്ട വാക്യത്തിലോട്ട് നമുക്ക് വരാം. 42 സങ്കീർത്തനം കോരകപുത്രന്മാർ ചമയ്ക്കുമ്പം, മാൻനീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുകയാ. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുക, ആ വാക്യം ഒന്ന് വായിക്കാം. നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. കേട്ടോ, ഈ ദാഹം ആർക്ക് വേണ്ടിയാ? ദൈവത്തിനായുള്ള ദാഹമാണ്. അതിരാവിലെ കമ്പിളി കീഴെ കിടന്ന് പുതച്ചു മൂതിക്കിടന്ന് ഉറങ്ങേണ്ട നിന്നെ
വെളുപ്പാങ്കാലത്തെ 4 മണിക്ക് എഴുന്നേറ്റ് നല്ല തണുത്ത വെള്ളത്തിലൊരു കുളിയൊക്കെ പാസ്സാക്കി രാവിലെ എഴുന്നേറ്റവരുടെ കാര്യവും കുളിച്ചവരുടെ കാര്യമൊക്കെയാണ് പറയുന്നത്. അങ്ങോട്ട് നോക്കി, കുളിയൊക്കെ പാസ്സാക്കി രാവിലെ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ച് വെച്ച് ബൈബിളും എടുത്ത് വീശി പിടിച്ച് പോകുന്നേ കണ്ടാൽ അമ്മി ദൈവത്തിന് ഭാഗ്യക്കുറി അടിച്ചടത്ത് ഒന്ന് കാഴ്ച വാങ്ങിക്കാൻ പോകുന്ന പോലെ ചിലത് വരുന്നേ കണ്ടേ. പക്ഷെ ബൈബിൾ എഴുതി വെച്ചേക്കുക. ആമി ദൈവത്തിന് സ്തോത്രം. ആമി വെള്ളമില്ലാതെ ഉരങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ആത്മാവ് നിനക്കായി ദാഹിക്കുക.